ടോബി ഗുഡ് മോർണിംഗ്. കോട്ടയം ഉഴുതുമറിക്കുമോ ഇന്ന്? പറയൂ. ഗുഡ് മോർണിംഗ്. എന്തായാലും ഉഴുതുമറിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുമുള്ളത്. കാരണം കാലാവസ്ഥയെല്ലാം അനുകൂലമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ തവണയൊക്കെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ കാലാവസ്ഥ അനുകൂലമാണ്, രാവിലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ആദ്യ വോട്ടർ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം SH മൗണ്ടിലെ സ്കൂളിലാണ്. ഇവിടെയാണ് LDF സ്ഥാനാർത്ഥി വോട്ടുള്ളത്. അദ്ദേഹത്തിന് മാത്രമാണ് പ്രമുഖ സ്ഥാനാർത്ഥികളിൽ വോട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇവിടേക്ക് 7 മണിക്ക് എത്തി വോട്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യത്തെ വോട്ടറായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ചേച്ചി പേരെന്തായിരുന്നു? ഫസ്റ്റ് വോട്ടർ ആണല്ലേ? അതെ. സന്തോഷമുണ്ടോ അതില്? സന്തോഷിക്കുന്നു. എന്തായാലും ആദ്യത്തെ വോട്ടർക്ക് വലിയ സന്തോഷമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ LDF സ്ഥാനാർത്ഥി എത്തും. മറ്റ് 2 സ്ഥാനാർത്ഥികൾ ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴയിലും അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിലേക്ക് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബൂത്തുകളെല്ലാം തന്നെ സജ്ജമാണ്. 1198 ബൂത്തുകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. ആ ബൂത്തുകളിലെല്ലാം തന്നെ നിലവിൽ കാര്യങ്ങൾ കൃത്യമായി പോകുന്നു. മോക്ക് പോളിംഗ് കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തവണ 12,54,000 വോട്ടുകളാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം കുറവാണ്. കഴിഞ്ഞ തവണ 75.44% പോളിംഗ് ആണ് ഉണ്ടായത്. അന്ന് UDF സ്ഥാനാർത്ഥി ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ ഏകദേശം 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എന്തായാലും ഇത്തവണ പോളിംഗ് എങ്ങനെയാകും എന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരുമോ? കാലാവസ്ഥയെല്ലാം അനുകൂലമാണ്, പക്ഷെ കടുത്ത ചൂടുണ്ട്. ഉച്ചയാകുമ്പോൾ ഈ ചൂട് കൂടുമ്പോൾ എങ്ങനെയാണ് വോട്ടർമാർ പ്രതികരിക്കുക? ചിലപ്പോൾ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു തീരുമാനമാണോ അതോ ഉച്ചയ്ക്ക് ശേഷമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും ഉച്ചയോടുകൂടി ഭയങ്കര ചൂടാകും. അപ്പോൾ ഒരു പോളിംഗിന്റെ ഒരു ശതമാനം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും കൂടുതൽ ആളുകളെ, കൂടുതൽ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ മുന്നണികൾ നടത്തിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഘടകകക്ഷികളാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസുകൾ സംഭാഷണത്തിലായിരുന്നു. ചായ കുടിച്ചോ ചോദിച്ചായിരിക്കും ടോബി ടെൻഷൻ ആവണ്ട. അവിടെ KR ഗോപികൃഷ്ണൻ എന്ന് സ്ഥാനാർത്ഥി സന്ധിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചാലക്കുടിയിൽ നിന്ന് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വോട്ട് ചെയ്യാൻ ആളുകളൊക്കെ ചാലക്കുടിയിലെ ഈ 90-ാം ബൂത്തിലെത്തി. അങ്കമാലി സെന്റ് ജോസഫ് സ്കൂളിലാണ് ഇപ്പോൾ നമ്മുടെ വിനീത വിജി ഉള്ള. വിനീത, ഞാൻ അങ്ങോട്ട് വരും. ഒരു വീഡിയോ അയച്ചു തന്നു. കാനഡയിൽ ഇരുന്ന് നമ്മുടെ സുഹൃത്ത് വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ്. 24 കണ്ടോണ്ടിരിക്കുക. ഓക്കെ, എല്ലാ ആശംസകളും. അല്ലെ, ഇങ്ങനെ വിധി വരുമെന്ന് ആരും വിചാരിച്ചു അല്ലേ? 19 മിനിറ്റ് മാത്രം. ജനായത്ത മഹോത്സവത്തിന് കൂടി വരാൻ 19 മിനിറ്റ്.